ദേവീ ശരണം അമ്മേ, കൽപ്പാന്തത്തിലുമിക്ഷിതിക്കു നിറവായി വാഴുന്ന നിൻ വൈഭവം കൽപ്പിച്ചില്ല മനസ്സിലിന്നുവരെയും. ഭോഗങ്ങളിൽ മുങ്ങി ഞാൻ കെൽപ്പില്ലാതെ മലർന്നു വീണു നിതരാം ദൈന്യത്തിലോർമ്മിപ്പുഹാ നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരം മേ ജയം. ദേവീ ശരണം അമ്മേ. കാഞ്ചി കാമാക്ഷി മാതാ കി ജയ്, മധുര മീനാക്ഷിക്ക് ജയ്, കാശി വിശാലാക്ഷി മാതാ കി ജയ്. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക്, പ്രഭാഷണ വേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഇന്നലെ മുതൽ സപ്തമ സ്കന്ധമാണ് നാം ആരംഭിച്ചിരിക്കുന്നത്. സൂര്യ സോമവംശ കഥകളെയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് വ്യാസൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് ജനമേജയന് ഉണ്ടായ സംശയം. അദ്ദേഹം ചോദിക്കുന്നു, ഹേ ബ്രഹ്മജ്ഞ, വീരുണിയിൽ ദക്ഷന് ജനിച്ചവനാണ് മഹാതപസ്വിയായ നാരദൻ എന്ന് അങ്ങ് പറഞ്ഞല്ലോ. അതിലെനിക്ക് സംശയമുണ്ട്. ബ്രഹ്മാവിൻ്റെ പുത്രനും ധർമ്മജ്ഞനും താപസോത്തമനും ഒക്കെയായ നാരദൻ ദക്ഷപത്നിയായ വീരുണിയിൽ ജനിക്കാൻ ഇടയായത് എങ്ങനെയാണ്? ദക്ഷന് സ്വപത്നിയിൽ ജനിച്ചവനാണ് നാരദൻ എന്ന വിചിത്രമായ കഥ അങ്ങ് പറഞ്ഞു. അത് വിസ്തരിച്ചു പറയണം. നാരദൻ പൂർവദേഹം വെടിഞ്ഞത് എങ്ങനെയാണ്? ആരാണ് അദ്ദേഹത്തെ ശപിച്ചത്? മഹാത്മാവും മഹാജ്ഞാനിയുമായിട്ടുള്ള നാരദൻ വീണ്ടും ജനിക്കാൻ എന്താണ് കാരണം എന്നൊക്കെ ജനമേജയൻ തൻ്റെ സംശയങ്ങളെ അവിടെ ചോദിക്കുകയാണ്. ഈ സംശയങ്ങളെ കഥകൾ കേൾക്കുന്നതായിട്ടുള്ള ശ്രോതാക്കളായിട്ടുള്ള നിങ്ങൾക്കും ഉണ്ടാവും തീർച്ചയായിട്ടും എന്നതിൽ സംശയമില്ല. കാരണം ശ്രീമദ് ഭാഗവത മഹാപുരാണം കഥകൾ കേട്ടുവന്ന പലർക്കും ഇത് ഒരു പുതിയ കഥയായിട്ടാണ് തോന്നുക. അത് കാരണം കൊണ്ട് തന്നെ ഇത് എന്താണ് എന്നറിയാനുള്ള ഒരു താല്പര്യം, ഒരു ജിജ്ഞാസ എല്ലാവർക്കും ഉണ്ടാകും എന്നും കരുതണം, ജനമേജയനുണ്ടായതുപോലെ. ഏതായാലും ജനമേജയൻ ചോദിച്ച സംശയങ്ങൾക്ക് ഇവിടെ വ്യാസൻ ഉത്തരം പറഞ്ഞു തുടങ്ങുകയാണ്. സ്വയംഭുവായിട്ടുള്ള ബ്രഹ്മാവ് പ്രജാസൃഷ്ടി ചെയ്യാൻ ആദ്യമായി ദക്ഷനോട് നിർദ്ദേശിച്ചു. ജഗത്തിനെ അഭിവൃദ്ധിപ്പെടുത്താൻ പ്രജാസൃഷ്ടി നടത്തണം എന്നാണ് ബ്രഹ്മാവ് ദക്ഷനോട് പറഞ്ഞത്. ദക്ഷപ്രജാപതി സ്വപത്നിയായ വീരുണിയിൽ ശക്തന്മാരും വീരന്മാരുമായ 5000 പുത്രന്മാരെ ജനിപ്പിച്ചു. ആ പുത്രന്മാരെല്ലാം പ്രജാസൃഷ്ടിയിൽ തൽപരാണ് എന്ന് കണ്ട് കാലപ്രചോദിതനായ നാരദ മഹർഷി ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഭൂമിയുടെ വലിപ്പം അറിയാതെ നിങ്ങൾ പ്രജാസൃഷ്ടിയിൽ തൽപരരായത് എങ്ങനെയാണ്? അതുമൂലം നിങ്ങൾ ലോകരുടെ പരിഹാസത്തിന് പാത്രമാകുമെന്നതിൽ സംശയമില്ല. ഭൂമിയുടെ വ്യാപ്തി അറിഞ്ഞിട്ട് വേണം സൃഷ്ടികർമ്മം തുടങ്ങാനായിട്ട്. അപ്പോഴേ അത് പ്രയോജനമുള്ളതാവുള്ളൂ. അതല്ലെങ്കിൽ പ്രയോജനമില്ല എന്നുള്ളത് തീർച്ചയാണ്. ഭൂതലത്തെ കുറിച്ച് അറിയാതെ കേവലം ബാലിശമായിക്കൊണ്ട് പ്രജാസൃഷ്ടിക്ക് ഒരുമ്പെട്ടാൽ അതെങ്ങനെ ഫലപ്രദമാകും എന്നൊക്കെ നാരദൻ ഈ 5000 പുത്രന്മാരെ ഗുണദോഷിച്ചു എന്നാണ് പറയണത്. വ്യാസൻ പറയണു, നാരദൻ ഇങ്ങനെ പറഞ്ഞു കേട്ട ഹര്യശ്വന്മാർ ദൈവ നിയോഗത്താൽ ഉടൻ അന്യോന്യം പറഞ്ഞു,
മുനി പറഞ്ഞത് സത്യമാണല്ലോ എന്ന്. ഇവിടെ ഉണ്ടാവുന്ന ആദ്യത്തെ ഒരു സംശയം, ഇവിടെ പറയുന്നതായിട്ടുള്ള ദക്ഷൻ പ്രാചേതസ ദക്ഷൻ എന്നാണ് ഭാഗവതത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്നു അസിക്നി. ഈ പ്രാചേതസ ദക്ഷന് ഭാഗവത മഹാപുരാണത്തിൽ പറഞ്ഞത് വിഷ്ണുവിനെ ഭജിച്ച് ഭഗവാന്റെ അനുഗ്രഹത്താൽ ആദ്യം അസിക്നിയിൽ 10,000 പുത്രന്മാരെ ജനിപ്പിച്ചു എന്നും അവരുടെ പേരാണ് ഹര്യശ്വന്മാർ എന്നുമാണ്. പക്ഷേ ഇവിടെ ദേവി ഭാഗവതത്തിൽ 5,000 പുത്രന്മാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കുറേ പുത്രന്മാർ സന്താനങ്ങളെ ജനിപ്പിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കാരണം ശാസ്ത്രങ്ങളിലൊക്കെ ഈ പറയുന്നതായിട്ടുള്ള ആയിരക്കണക്കിന് അല്ലെങ്കിൽ 5,000, 10,000, ലക്ഷം, കോടി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും മുഖവിലേക്ക് അങ്ങനെ എടുക്കരുത്. ചിത്രകേതുവിന് ശ്രീമദ് ഭാഗവതത്തിൽ പറയണത് 1 കോടി പത്നിമാരുണ്ടായിരുന്നു എന്നുള്ള ഒരു കണക്കൊക്കെയാണ് ശ്രീശുകൻ പറയണത്. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ ഒരു മുഖവിലേക്ക് എടുക്കണ്ട. ഇപ്പോൾ പുരുഷ സൂക്തം തന്നെ തുടങ്ങുന്നത് നമുക്കറിയാമല്ലോ. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്നാണ്, വേദമന്ത്രമാണ്, സൂക്തമന്ത്രമാണ്. അപ്പോൾ സഹസ്രശീർഷ 1000 തലകൾ എന്ന് പറയുമ്പോൾ സഹസ്രാക്ഷ 1000 കണ്ണുകൾ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. 1000 തലയുണ്ട് എന്നുണ്ടെങ്കിൽ 2000 കണ്ണുകൾ ഉണ്ടാവണം. അതേമാതിരി തന്നെ 2000 കാലുകൾ ഉണ്ടാവണം. ഇല്ലെങ്കിൽ അംഗവൈകല്യം ഉള്ള ആളായിത്തീരും ഭഗവാൻ. അപ്പോൾ അവിടെ ഈ അക്കങ്ങളൊന്നും 1000 എന്നൊക്കെ പറയുന്ന സമയത്ത് അനേകം എന്ന് നമ്മൾ അർത്ഥമെടുക്കണം. അങ്ങനെയാണല്ലോ നമ്മളും. ആയിരക്കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു തൃശ്ശൂർ പൂരത്തിൽ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? എണ്ണാൻ കഴിയാത്ത അത്രയും ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. അല്ലാതെ കണ്ടിപ്പോൾ ഇവിടെ വ്യാസനോ ശ്രീശുകനോ സൂതനോ ഒക്കെ പോയി തലയെണ്ണി തിട്ടപ്പെടുത്തിയതൊന്നും അല്ലല്ലോ. 5,000, 10,000, 1 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണിക്കൊണ്ടുവന്നതൊന്നുമല്ല. അപ്പോൾ ഒരുപാട്, അനേകം എന്ന ഒരു ചിന്തയിൽ നമ്മളതൊക്കെ എടുക്കുമ്പോൾ ഇതിലൊന്നും നമുക്ക് മനസ്സിൽ സംശയങ്ങളുണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെ വലിയ സംശയത്തിന് കാരണമായിത്തീരും. ഈ ശ്രീമദ് ഭാഗവത പുരാണത്തിൽ അവിടെ അതും രചിച്ചത് വ്യാസനാണ്, ഇതും രചിച്ചത് വ്യാസനാണ്. അവിടെ 10,000 പുത്രന്മാർ ഹരിയശ്വന്മാർ ജനിച്ചു എന്ന് പറയണു. ഇവിടെ 5,000 പുത്രന്മാർ ഹരിയശ്വന്മാർ ജനിച്ചു എന്ന് പറയണു. ഇപ്പോൾ ഏതാ ശരി ഏതാ തെറ്റ്? അപ്പോൾ ഏതാ ശരി ഏതാ തെറ്റ് ഇതിൻ്റെ പിന്നിലൊന്നും നമ്മൾ പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാരണം അതൊന്നും പോയിട്ട് കാര്യമില്ല, അതൊന്നും പോകാൻ പറ്റില്ല. ഇനി അതൊന്നും നിരൂപിച്ചെടുക്കാനും പറ്റില്ല. എന്നാൽ പിന്നെ ഈ എഴുതിയ വ്യാസനെ നേരെ കൊണ്ടുവന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? എന്താ അങ്ങനെ എഴുതിയത് അവിടെ ഇങ്ങനെയും ഇവിടെ ഇങ്ങനെയും? അതൊന്നും തരവല്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെയൊക്കെ അനേകം എന്നുള്ള ആ ഒരു അർത്ഥത്തിലെടുക്കുക. എന്തായാലും കഥയിലേക്ക് പോകാം. ഭൂമിയുടെ വലിപ്പം അറിഞ്ഞിട്ട് നമുക്ക് യഥേഷ്ടം പ്രജാസൃഷ്ടി നടത്താമെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഹരിയശ്വന്മാരെല്ലാവരും കൂടി ഭൂമിയുടെ വലിപ്പം അറിയാനായിട്ട് പുറപ്പെട്ടു. നാരദൻ പറഞ്ഞതനുസരിച്ചാണ് അവർ ഭൂതല വിസ്തൃതി അറിയാൻ പുറപ്പെട്ടത്. അവരിൽ ചിലരെ കിഴക്ക് ദിക്കിലേക്ക്, മറ്റൊരു ചിലരെ തെക്ക് ദിക്കിലേക്കൊക്കെ ആയിട്ട് പോയി. പല ദിക്കുകളിലേക്കുമായിട്ട് അവർ ആ വലിപ്പം വളർന്നെടുക്കാനായിട്ട് പോയതാണെന്നാണ് പറയണത്. ഉത്സാഹത്തോടെ പടിഞ്ഞാറോട്ട് പോയി, വടക്കോട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പുത്രരെല്ലാം ഇതേ പ്രകാരം നാരദർ പറഞ്ഞത് കേട്ട് ഭൂമിയുടെ വലിപ്പം വളക്കാനായിട്ട് പല ദിക്കുകളിലേക്ക് പോയി എന്ന് കണ്ട ദക്ഷന് അത്യധികം ദുഃഖമുണ്ടായി. പ്രജാസൃഷ്ടിക്ക് വേണ്ടി ദൃഢനിശ്ചയോടുകൂടി വീണ്ടും വേറെ പുത്രന്മാരെ ജനിപ്പിച്ചു. ആ പുത്രന്മാരും പ്രജാസൃഷ്ടിക്കുള്ള ഉദ്യമം തുടങ്ങി. അവരോടും നാരദൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹരിയശ്വന്മാരോട് പറഞ്ഞതുമാതിരി തന്നെയാണ് അവരോടും പറഞ്ഞത്. പ്രജാസൃഷ്ടി തരാൻ തുടങ്ങിയത് കൊണ്ട് എന്താ
ഫലം എന്ന് ഹരീശ്വരന്മാരോട് പറഞ്ഞത് നാരദൻ ഇവരോടും പറഞ്ഞു. അവരും ഇതാ അവരുടെ പൂർവ്വ സഹോദരന്മാർ പോലെ പോയതുപോലെ ഭൂതല വിസ്തൃതി അറിയാനായിട്ട് പുറപ്പെട്ടു. ഇവിടെ അങ്ങനെ അവരുടെ പേര് എന്താണ് എന്നോ എത്ര പേര് എന്നോ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ ഭാഗവതത്തിൽ 1000 പുത്രന്മാരാണ് എന്നും ബഹളാശ്വന്മാരാണ് എന്നാണ് അവരുടെ പേര് എന്നും അവിടെ പറയുന്നുണ്ട്. 10,000 പുത്രന്മാരെ ആദ്യം ജനിപ്പിച്ചു ഹരിയശ്വന്മാർ എന്ന അവരുടെ പേര്. വീണ്ടും 1000 പുത്രന്മാരെ ജനിപ്പിച്ചു ബഹളാശ്വന്മാർ എന്നാണ് അവരുടെ പേര് എന്ന് ഭാഗവത മഹാപുരാണത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതാ ആദ്യം 5000 പുത്രന്മാരും ഇപ്പതാ വീണ്ടും താൻ സൃഷ്ടിച്ച പുത്രന്മാരും ഇതാ നാരദൻ പറഞ്ഞത് കേട്ട് പല ദിക്കുകളിലേക്കായി ഭൂമിയുടെ വിസ്താരം വളക്കാൻ പോയി എന്ന് കണ്ട സമയത്ത് പുത്രശോകം കാരണം ദക്ഷന് കോപമുണ്ടായി നാരദനെ ശപിച്ചു എന്നാണ് പറയണത്. എന്താ ശപിച്ചത് എന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ അവലോകനം ചെയ്യാം. സമയം കഴിഞ്ഞിരിക്കുക കാരണം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.